ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഓമയ്ക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു ഓമയ്ക്ക, ഒരു സവാള, ഒരു 3 പിടി നമ്മളുടെ തുമരപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ കുക്കറിലേക്ക് ഇടുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് കല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. അല്പം പോലും നമ്മൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ അതൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, ഉണക്കമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തോളൂ കേട്ടോ. അതൊന്ന് വാടി അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പുളിയൊക്കെ ഒന്ന് ഇളകി ഒന്ന് ഇറങ്ങി വരണം. അതിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ കല്ലിൽ ഇടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലയില്ല, അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് കുതിർത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്തേക്ക് നമ്മളുടെ ഓമയ്ക്കയും പരിപ്പും കൂടി വേവിച്ചതില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ തേങ്ങ ഒട്ടും തന്നെ ചേർക്കാൻ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ നമ്മുടെ ഓമയ്ക്കയൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മളുടെ ഈ ഓമയ്ക്ക എന്ന് പറയുന്നത് കേട്ടോ, പപ്പായ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതാ നമ്മുടെ പരിപ്പും ഓമയ്ക്കും കൂടെ വേവിച്ചതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒട്ടും തന്നെ നമ്മളിതിനകത്ത് ചേർത്തിട്ടില്ല. എങ്കിൽ തന്നെ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണുമ്പോൾ സാമ്പാറൊക്കെ ആണെന്ന് തോന്നും, പക്ഷേ സാമ്പാറൊന്നും അല്ല കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മളുടെ ഓമയ്ക്ക ചേർത്ത പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഒട്ടും തന്നെ ചേർക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓമയ്ക്ക ചേർത്ത പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.